ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ വ്യാജ കോപ്പി പ്രകാശനത്തിൽ സംസ്കൃത സർവകലാശാല സീനിയർ പബ്ലിക്കേഷൻ ഓഫീസറുടെ ചുമതല വഹിച്ച ഡോക്ടർ ലിസി മാത്യുവിനെതിരെ കുറ്റാരോപണ പത്രിക. ഇവർക്കെതിരെ അച്ചടക്ക നടപടിക്ക് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഉത്തരവിട്ടു. ഗവർണർ പങ്കെടുത്ത വേദിയിൽ ചട്ടമ്പി സ്വാമിയുടെ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പുറംചട്ട മാത്രം തയ്യാറാക്കി വെള്ളപ്പേപ്പർ പുസ്തകരൂപത്തിലാക്കി പ്രകാശനം ചെയ്ത് സർവകലാശാലയെ അപകീർത്തിപ്പെടുത്തുന്ന കബളിപ്പിക്കൽ ആസൂത്രണം ചെയ്തതിലാണ് നടപടി. പ്രാഥമിക അന്വേഷണത്തെ തുടർന്നാണ് പരീക്ഷാ കൺട്രോളറുടെയും സീനിയർ പബ്ലിക്കേഷൻ ഓഫീസറുടെയും ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ ലിസി മാത്യുവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കുറ്റപത്രം നൽകാൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഉത്തരവിട്ടത്. മലയാളം പ്രൊഫസറായ ലിസി മാത്യുവിന് കുറ്റാരോപണ പത്രിക കൈമാറി. സംസ്കൃത സർവകലാശാലയുടെ അധിക ചുമതല കൂടി വഹിക്കുന്ന സാങ്കേതിക സർവകലാശാല വിസി ഡോക്ടർ സിസ തോമസ് വിസിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് കുറ്റപത്രം നൽകിയത്. സദ്ഗുരു ചട്ടമ്പി സ്വാമിയുടെ മഹാസമാധി വാർഷികത്തോട് അനുബന്ധമായി ഡോക്ടർ എ വി ശങ്കരൻ രചിച്ച തീർത്ഥപാദപുരാണം എന്ന ചട്ടമ്പി സ്വാമിയുടെ ജീവചരിത്ര ഗ്രന്ഥം പത്മന ആശ്രമത്തിൽ വെച്ച് ഗവർണറുടെ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചതിന് തൊട്ടുമുൻപ് താൻ കബളിപ്പിച്ചതായി ബോധ്യപ്പെട്ടതോടെ ഗ്രന്ഥപ്രകാശന ചടങ്ങ് വിസി മാറ്റിവെക്കുകയായിരുന്നു. പ്രകാശനത്തിന് മുൻപ് വിസി കാർട്ടൺ തുറന്നു നോക്കിയപ്പോഴാണ് 4 വാല്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളവ പുറംചട്ട മാത്രമുള്ള പ്രിന്റ് ചെയ്യാത്ത വെള്ളക്കടലാസാണെന്ന് കണ്ടത്. ആലുവയിലുള്ള ഒരു സ്വകാര്യ പ്രസ്സിലാണ് ഗ്രന്ഥം അച്ചടിച്ചതും 4 വാല്യങ്ങൾക്കൊപ്പം 7 ഡമ്മി കോപ്പികൾ കൂടി പ്രകാശനത്തിന് എത്തിച്ചതും. സർവകലാശാലയുടെ അനുമതിയോ കൊട്ടേഷനുകളോ കൂടാതെ സ്വകാര്യ പ്രസ്സിന് അച്ചടി ജോലി ഏൽപ്പിച്ചതും പ്രസ്സുമായി കരാർ രേഖകൾ തയ്യാറാക്കാത്തതും ഗ്രന്ഥത്തിന്റെ വില സ്വന്തമായി നിശ്ചയിച്ചതും ഗവർണർ പങ്കെടുക്കുന്ന പ്രകാശന ചടങ്ങ് സർവകലാശാലയെ ഔദ്യോഗികമായി അറിയിക്കാതിരുന്നതും ഡോക്ടർ ലിസി മാത്യുവിന്റെ ഭാഗത്തുള്ള ഗുരുതര വീഴ്ചയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മാർച്ച് 1 മുതൽ പ്രസിദ്ധീകരണ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്നും ലിസി മാത്യുവിനെ മാറ്റി പബ്ലിക് റിലേഷൻസ് ഓഫീസർക്ക് പ്രസിദ്ധീകരണ വിഭാഗത്തിന്റെ ചുമതല നൽകിയിരുന്നു. എന്നാൽ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രകാശന ചുമതല പ്രോജക്ട് ഡയറക്ടർ ലിസി മാത്യുവിനായിരുന്നു. BFA തോറ്റ വിദ്യാർത്ഥിക്ക് MFAയ്ക്ക് പ്രവേശനം നൽകിയ ശേഷം സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വിദ്യാർത്ഥിയെ BFA പരീക്ഷ വിജയിപ്പിക്കുന്നതിൽ പരീക്ഷകളുടെ ചുമതല വഹിച്ചിരുന്ന ലിസി മാത്യു കൃത്യവിലോപം കാട്ടിയതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പരീക്ഷാ കൺട്രോളറുടെ ചുമതലയിൽ നിന്ന് നീക്കിയിട്ടും സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെച്ചതായി കണ്ടെത്തി. ഏപ്രിൽ 1 മുതൽ ഡോക്ടർ ലിസി മാത്യുവിനെ BFA പരീക്ഷാ വിവാദത്തെ തുടർന്ന് പരീക്ഷാ കൺട്രോളറുടെ ചുമതലയിൽ നിന്ന് നീക്കിയിരുന്നു. അതിനുശേഷവും നിരവധി ദിവസങ്ങളിൽ സർവകലാശാല പരീക്ഷാരേഖകളിലും മാർക്ക് ലിസ്റ്റുകളിലും ട്രാൻസ്ക്രിപ്റ്റുകളിലും ഡോക്ടർ ലിസി മാത്യു ഒപ്പുവെച്ചതായി കണ്ടെത്തി. പരീക്ഷാ വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ അറിവോടെ ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ അറിയുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വിസി പരീക്ഷാ കൺട്രോളറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ഭവാനിക്ക് നിർദ്ദേശം നൽകി. അനധികൃതമായി മാർക്ക് രേഖകളിൽ ഒപ്പുവെക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. സസ്പെൻഷനിലായിരുന്ന കേരള സർവകലാശാല രജിസ്ട്രാർ സർവകലാശാല വിദ്യാർത്ഥികളുടെ പാസ്പോർട്ട് അപേക്ഷകളിൽ ഒപ്പുവെച്ച നടപടിക്ക് സമാനമാണ് സംസ്കൃത സർവകലാശാലയിൽ ലിസി മാത്യുവിന്റെ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കേരളയിൽ രജിസ്ട്രാർക്കെതിരെ സർവകലാശാല പോലീസിൽ പരാതി നൽകിയിരുന്നു.